കാസർഗോഡ് ജില്ലയിൽ നിങ്ങൾ അധികം ആരും കാണാത്ത ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്നത്. ഈ ഒരു തൂക്കുപാലത്തിൻ്റെ അക്കരെയുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണാം. ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ പോകുന്നത് കാസർഗോഡ് ജില്ലയിലെ പൊലിയംതുരുത്ത് ഇക്കോ ടൂറിസം വില്ലേജ് കാണുവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു പൊലിയംതുരുത്ത് ഇക്കോ ടൂറിസം നമ്മൾ കുറേ കേട്ടിട്ടുണ്ടെങ്കിലും അതിനൊന്ന് കാണാൻ പോകണം എന്ന് വിചാരിച്ചിട്ട് കുറേ നാളായി. അപ്പോൾ എങ്ങനെയുണ്ട് അത് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ എക്കോ ടൂറിസത്തിൻ്റെ ബോർഡൊക്കെ കാണുന്നുണ്ട്. നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം പൊലിയംതുരുത്ത് എക്കോ ടൂറിസത്തിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉള്ളോട്ടേക്ക് പോകാനുണ്ട്. റോഡിൽ നിന്ന് കുറച്ച് ഉള്ളോട്ടേക്കുള്ള റോഡിലൂടെ ഇങ്ങനെ പോയാൽ നമ്മളിവിടെ പൊലിയംതുരുത്ത് ഇക്കോ ടൂറിസം വില്ലേജ് എത്തും. അവിടെ 100 രൂപയാണ് കേട്ടോ എൻട്രി ഫീസ്. അപ്പോൾ അതിനുള്ളിലെ കാഴ്ചകളൊക്കെ നമുക്ക് പോകും വഴി നമുക്ക് കാണാം. അതിന് ജസ്റ്റ് ഉള്ളിലേക്ക് കയറിയ പാട് തന്നെ ഇതാ ഈ ഒരു വഴിയാണ് നമുക്ക് കാണുക. ഇൻ്റർലോക്കൊക്കെ ഇട്ട ഒരു വഴിയിലൂടെ നമുക്ക് നടക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. നമുക്ക് ഒരു ശാന്തമായ ഒരു സ്ഥലത്ത് നമുക്ക് സ്റ്റേ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പൊലിയംതുരുത്തിലേക്ക് തീർച്ചയായിട്ടും വരാം. നമ്മൾ കയറിയ പാട് എത്തുന്നത് ഇതാ ഈ ഒരു തൂക്കുപാലത്തിലേക്കാണ്. നിങ്ങൾക്ക് തൂക്കുപാലം എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഈ പൊലിയംതുരുത്തിൽ വന്നാൽ നമുക്ക് ഗംഭീരമായിട്ട് ഇതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഇതിൻ്റെ അടിയിലൂടെ പുഴയാണ് കേട്ടോ. നല്ല പുഴ. നമ്മൾ ഈ പോകുന്ന സമയത്ത് വെള്ളം കുറവാണ്, മഴ അല്ലാത്ത സീസണാണ്. മഴക്കാലത്ത് നല്ല രീതിയിൽ ഒഴുകുന്ന ഈ പുഴയുടെ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ തൂക്കുപാലത്തിലൂടെ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ ഒരു തൂക്കുപാലം തന്നെയാണ്. നല്ല രീതിയിൽ നമുക്ക് ആസ്വദിച്ചിട്ട് നമുക്ക് ഈ ഒരു തൂക്കുപാലത്തിലൂടെ നമുക്കിങ്ങനെ നടക്കുവാൻ വേണ്ടി സാധിക്കും. ഇപ്പം പുഴയിലിപ്പം വെള്ളമൊക്കെ കുറവാണ്, ഒഴുകുന്നൊന്നുമില്ല. അപ്പോൾ താഴേലോട്ട് നമ്മുടെ ഈ ഒരു പുഴ പോകുന്നുണ്ട്. അപ്പോൾ മഴക്കാലത്ത് വന്നാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ പുഴയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് കൊണ്ട് നമുക്ക് ഇതിലൂടെ നടക്കുവാൻ സാധിക്കും. നമ്മൾ ഈ ഒരു തൂക്കുപാലത്തിലൂടെയാണ് ഇപ്പുറത്തേക്ക് വന്നിരിക്കുന്നത്. നമ്മൾ നേരെ ഇക്കോ ടൂറിസത്തിലേക്ക് പൊലിയംതുരുത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നേരെ നമ്മൾ കാണുന്നത് ഫസ്റ്റ് ഒരു തടാകമാണ്. അപ്പോൾ ഇതൊരു കുളം കാര്യങ്ങളൊക്കെയാണ് കുട്ടികൾക്ക് കുളിക്കാൻ പറ്റുക. ഇപ്പം വെള്ളം അത്യാവശ്യം മോശമാണ്. അപ്പോൾ ഇതാ പൊലിയംതുരുത്ത് ഇക്കോ വില്ലേജ് എന്ന ബോർഡൊക്കെ നമുക്ക് കാണാം. അവിടെയാണ് നമ്മുടെ ഓഫീസും കാര്യങ്ങളൊക്കെ. നമ്മൾ കയറിയ പാടം തന്നെ ലെഫ്റ്റ് സൈഡിൽ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലേ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം കുട്ടികൾക്ക് കളിക്കേണ്ട സാധനങ്ങളൊക്കെ അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായിട്ടോ. അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. അപ്പോൾ എന്ന് വെച്ചാൽ വർഷങ്ങളായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആളുകൾ സ്റ്റാഫൊക്കെ ഉണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം പുല്ല് കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചിട്ട് നല്ല ഭംഗിയാക്കിയിട്ട് ഇത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ വന്ന് ഇരുന്ന് പോകാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണിത്. അപ്പോൾ ഓഫീസിൽ ആരും ആളുകളൊന്നും ഇല്ല. നമ്മൾ വന്ന സമയത്ത് ഇവിടെ ആളുകളൊന്നും ഇല്ല. അതേപോലെ തന്നെ സൈക്കിളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. പല രൂപത്തിലുള്ള സൈക്കിളുണ്ട്. നമുക്കത് എടുത്ത് ട്രാവൽ ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇവിടെ സൈക്കിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഊഞ്ഞാലുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പൊലിയംതുരുത്തിൽ വരുന്നവർക്ക് ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ഈ ഒരു പുഴയുടെ ഭംഗി, അതുപോലെ തന്നെ പ്രകൃതി രമണീയമായ കാടിൻ്റെ നടുവിൽ, പുഴയുടെ നടുവിലാണ് ഈ ഒരു സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് കാഴ്ചകളെല്ലാം കണ്ട് ഇതേപോലെ നടക്കാനൊക്കെ ഉണ്ട്. കുറച്ച് ദൂരം നമുക്ക് നടന്നിങ്ങനെ ചുറ്റി കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ കുറേ ബോർഡുകൾ, ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ബോർഡുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്താണ് റിസോർട്ട് ഉണ്ട്. അവിടെ നമുക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടി സാധിക്കും. നല്ല റിസോർട്ടാണ്. അപ്പോൾ അവിടെ നല്ല റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നമുക്ക് സ്റ്റേ ചെയ്യാം. ഫാമിലി ആയിട്ട് ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട്. മുകളിൽ റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ. റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്ന വഴിയാണിത്. ഈ സ്റ്റെപ്പുകളൊക്കെ ഇങ്ങനെ കയറിയിട്ടാണ് റെസ്റ്റോറൻറ്റിലേക്ക് എത്തേണ്ടത്. മുകളിൽ നല്ല പച്ചപ്പ്, നല്ല പുല്ലൊക്കെ വിരിച്ചിട്ട് അത്യാവശ്യം ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങൾ ഇതിൻ്റെ മുകൾ വശത്തുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഊഞ്ഞാല് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പാണ് ഇത്. അപ്പോൾ ഇവിടെ നിന്നാൽ നമുക്ക് അത്യാവശ്യം ഇതിൻ്റെ പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. മലയുണ്ട്, കുന്നുകളുണ്ട്, പുഴയുണ്ട്. ഈ പുഴയുടെ നടുക്കാണ് ഈ ഒരു പൊലിയംതുരുത്ത് സ്ഥിതി ചെയ്യുന്നത് എന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ പ്രകൃതിയൊക്കെ ആസ്വദിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഇവിടെ വന്നാൽ സ്റ്റേ ചെയ്താൽ ഒരു നഷ്ടവും ഉണ്ടാവില്ല. നമ്മൾ ഇതിൻ്റെ ടോപ്പിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു കാഴ്ച കണ്ട, ഈ ഒരു പുല്ലൊക്കെ പിടിപ്പിച്ചിട്ട് നല്ല ഭംഗിയായിട്ടാണ് ഇത് കൊണ്ടുപോകുന്നത്. നമ്മൾ ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റിൽ അത്യാവശ്യം നല്ല ഫുഡൊക്കെ കിട്ടുന്നുണ്ട്. ഇതൊരു
അതിൻ്റെ സ്റ്റേജ് കാര്യങ്ങളൊക്കെയാണ്. അത്യാവശ്യം പരിപാടികളൊക്കെ സംഘടിപ്പിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജ് തന്നെയാണിത്. ഇതിൻ്റെ ടോപ്പ് വ്യൂ ആണിത്. നമുക്കിതാ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല രീതിയിലുള്ള മലകളും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ആ പുഴയാണ് ആ കാണുന്നത്. അപ്പം പുഴയിൽ വെള്ളം ഉള്ള സമയത്താണെങ്കിൽ നമുക്ക് ഇവിടുന്ന് പുഴയുടെ ഭംഗിയൊക്കെ ആസ്വദിക്കാം. നമ്മൾ നേരെ ഈ പൊടിയന്തുരുത്തിൻ്റെ റെസ്റ്റോറൻറ്റിൻ്റെ അവിടത്തേക്ക് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇവിടെ കുട്ടികളും കാര്യങ്ങളൊക്കെ ഫാമിലിയൊക്കെ വന്നിട്ട് കളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ റിസോർട്ടിൽ താമസിക്കുന്ന ആളുകൾക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു കാണുന്ന ഈ ഇടം. നല്ല രീതിയിൽ പുല്ലൊക്കെ പിടിപ്പിച്ചിട്ട് നല്ല ഭംഗിയാക്കിയിട്ടാണ് ഇത് വെച്ചിട്ടുണ്ട്. അപ്പം കുറേ വർഷങ്ങളായിട്ട് ഇത് സ്ഥിതി ചെയ്യുന്നുണ്ടെങ്കിലും പുല്ലൊക്കെ ഇപ്പോഴും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ റെസ്റ്റോറൻറ്റിൽ അത്യാവശ്യം നല്ല ഫുഡാണ് കേട്ടോ നമ്മൾ കഴിച്ചിട്ടുണ്ട്. ചായയും നമ്മൾ ജ്യൂസൊക്കെയാണ് കഴിച്ചത്. എന്നാലും അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് സർവീസാണ് ഇവരുടെ എന്നാണ് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയത്. അപ്പം ഇവരുടെ സർവീസും കാര്യങ്ങളൊക്കെ നല്ലതാണ്. അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ ഇവിടെ എത്തിയാൽ നല്ലൊരു റെസ്റ്റോറൻറ്റ് തന്നെയാണ് എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ തന്നെ ഇവിടെ ഫോട്ടോഷൂട്ടിനൊക്കെയുള്ള ബോർഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇവിടെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ ഫാമിലി ആയിട്ട് തീർച്ചയായിട്ടും നമുക്ക് ഒരു ദിവസമോ 2 ദിവസമോ വന്നിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഈ പൊലിയന്തുരുത്ത് എക്കോ ടൂറിസം. അങ്ങനെ നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നേരെ തൂക്കുപാലം കടന്നിട്ട് ഇവിടെ പുറത്തേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം പൊളിയന്തുരുത്തിൻ്റെ ഇക്കോ ടൂറിസം വില്ലേജിൻ്റെ ഭാഗമായിട്ടുള്ള പരിസ്ഥിതി സൗഹാർദ്ദ വില്ലേജ് കാര്യങ്ങളൊക്കെയുള്ള ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ ബോർഡുകളിൽ നമുക്ക് ഇതിൽ വായിക്കാൻ വേണ്ടി സാധിക്കും. അപ്പം ഈ പൊളിയന്തുരുത്ത് ടൂറിസം എക്കോ ടൂറിസം വില്ലേജ് ഒരു നല്ല രൂപത്തിൽ വിജയത്തിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടുന്ന് കാണുമ്പോൾ നല്ല പ്രകൃതി രമണീയമായ സ്ഥലമായിട്ടാണ് ഇത് അനുഭവപ്പെടുന്നത്. അപ്പോൾ നമ്മളിതാ ഈ ഒരു വലിയ കയറ്റം ഇറങ്ങിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് എത്തിക്കുന്നത്. അപ്പോൾ ഇനി പോകുമ്പോൾ ഈ ഒരു വലിയ കയറ്റം കയറിയിട്ട് അങ്ങോട്ട് പോകണം. അപ്പം രാത്രിയായി, അപ്പോൾ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെ ഇവർ ഇതിൻ്റെ കവാടമൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് റിസോർട്ടൊക്കെ നോക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടത്തേക്ക് വന്നാൽ നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. അപ്പോൾ ശാന്തതയോടെയും സമാധാനത്തോടെയും താമസിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പൊലിയന്തുരുത്തിലേക്ക് നിങ്ങൾക്ക് വരാം.